cos x raised to y is equal to cos y raised to x. നിങ്ങളെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് എനിക്കൊക്കെ കോമ്പറ്റ് ചെയ്യേണ്ടി വരുന്ന ആരായിട്ടാ? നിങ്ങളൊക്കെ ആയിട്ടാ. ഒരു ഏജ് ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ 10 വയസ്സ് 12 വയസ്സ് നോക്കുമ്പോൾ നിങ്ങളാണല്ലോ പുതിയ തലമുറ. നിങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കോമ്പറ്റ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് മുട്ടുണ്ടോ? പ്രശ്നമില്ല. എനിക്ക് പ്രശ്നം കേട്ട് തോന്നാറില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്. അടുത്ത വരുന്ന ടീമുണ്ടല്ലോ, അവര് ഭയങ്കര പശക. മനസ്സിലായ? നെക്സ്റ്റ് വരുന്ന ടീമുണ്ടല്ലോ, അവരുടെ കൂടെ നിങ്ങൾക്ക് മുട്ടി നിൽക്കാൻ ഭയങ്കര എന്തായിരിക്കും? മേ ബി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവന്മാര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കുന്ത്രാണ്ടൊക്കെ 5ാം ക്ലാസ് തൊട്ട് തന്നെ പഠിച്ചോടുന്നുണ്ട്. നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒക്കെ 12ാം ക്ലാസ്സിൽ എത്തിയിട്ട് അറിയില്ല. മനസ്സിലായ? ആ ഒരു സിലബസ് മാറ്റവും ടെക്നോളജിയുടെ ചേഞ്ചും എന്താ കാര്യമായിട്ട് ഉണ്ടാവും എനിക്ക് തോന്നണെന്ന് പറയാം. ശ്രദ്ധിച്ചേ, ഇതിന്റെ രണ്ട് ഭാഗത്ത് എന്താ അപ്ലൈ ചെയ്യാം? ലോഗ് അപ്ലൈ ചെയ്യാം അല്ലെ? ശ്രദ്ധിക്കാം, പിടിച്ചോ. രണ്ട് ഭാഗത്ത് ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ cos x raised to y, ഈ സൈഡിൽ ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? cos y raised to x. ഇനി വേണം ചെയ്ത് പോന്നോട്ടോ, സംസാരിച്ചിട്ട് സമയം പോയി. കുഴപ്പമില്ല, അതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് വേഗം ചെയ്യാം. അപ്പൊ ലോഗ് a raised to b, അപ്പുറത്ത് ലോഗ് a raised to b. അപ്പൊ എന്താ? b into log a. അപ്പൊ y into log cos x ഈക്വൽ ടു ഇവിടെയാണെങ്കിലോ x into log cos y. ഈ രീതിയിലാണ് അത് വരുന്നത് അല്ലെ? ഇനി നമുക്ക് ഇത് രണ്ട് ഭാഗത്തോട്ട് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം അല്ലെ? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? y. ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അപ്പൊ എന്താ വരിക? 1 cos x അല്ലെ? log cos x എന്ന് പറയുമ്പോൾ എന്താ വരിക? 1 cos x. ഇനി ആരുടെ ഡിഫറൻഷ്യൽ വേണം ഇവനെ? cos x ന്റെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് sin x പ്ലസ് ഏത് ഫംഗ്ഷൻ? സെക്കൻഡ് ഫംഗ്ഷൻ. ആരാ സെക്കൻഡ് ഫംഗ്ഷൻ? log cos x ഇൻടു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ആരാ ഫസ്റ്റ് ഫംഗ്ഷൻ? y. y ന്റെ ഡിഫറൻഷ്യൽ എന്താണ്? dy by dx ഈക്വൽ ടു. ശരിയല്ലേ മക്കളെ? ഇനി അപ്പുറത്തും പ്രൊഡക്റ്റ് വയ്ക്കണം അല്ലെ? പൊതുവെ വന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പതിഞ്ഞില്ല നിൽക്കണം, നമുക്ക് നോക്കാൻ. ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ? x. ഇനി സെക്കൻഡ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യൽ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഏതാ? log cos y. അപ്പൊ എന്താ വരിക? 1 cos y. ഇനി ആരുടെ ഡിഫറൻഷ്യൽ? cos y യുടെ ഡിഫറൻഷ്യൽ. cos y യുടെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് sin y. കഴിഞ്ഞോ? ഇല്ല. ഇനി ആരും കൂടി ഉണ്ട് അവിടെ? y യുടെ ഡിഫറൻഷ്യൽ കൂടി ഉണ്ട്. അപ്പൊ എന്താ വരിക? ഇൻറ്റു dy by dx പ്ലസ് log of cos y. ഈ രീതിയിലാണ് സാധനങ്ങൾ അവിടെ വരിക. ഇനിയിപ്പോ എന്ത് ചെയ്യാം നമുക്ക്? y ഇൻറ്റു, ശ്രദ്ധിച്ച മക്കളെ, മുന്നിലൊരു മൈനസ് ഇട്ട് കൊടുത്തു. എവിടെ നീ മൈനസ് വന്നേ? ഈ sin x ന്റെ മൈനസ്. sin x by cos x ആരാ? sin x by cos x ആരാ? tan x പ്ലസ് log of cos x ഇൻറ്റു dy by dx ഈക്വൽ ടു, ഇവിടെ മൈനസ് ആഡ് ചെയ്തു മാഷ്, ഒരു x ഇട്ടു. sin y by cos y ആരാ? tan y ഇൻറ്റു dy by dx പ്ലസ് എന്താ? log cos y. ഓക്കെ. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞത്? dy by dx ഉള്ളവരൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ ഈ സാധനം ഇതിൽ dy by dx ഉണ്ടാ, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോവാം, അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അവിടെ dy by dx ഉള്ള ഈ ഒരു ടേം അതിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ ഓൾറെഡി ആരുണ്ട്? ഒരു log of cos x into dy by dx ഉണ്ട് അല്ലെ? അപ്പുറത്ത് ഇങ്ങോട്ട് ചാടുമ്പോ പ്ലസ് ആവും x into tan y into dy by dx ഈക്വൽ ടു, അവിടെ ഓൾറെഡി ആരുണ്ട്? log of cos y ഉണ്ട്. പിന്നെ ഇത് അങ്ങോട്ട് മുമ്പ് എന്താവും മക്കളെ? പ്ലസ് ആവും അല്ലെ? പ്ലസ് y into tan x ആവും. ഇത്രയും സാധനങ്ങള് നമുക്ക് എന്താ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് എന്ത് ചെയ്യാം? നെക്സ്റ്റ് dy by dx എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് വെളിയിൽ എടുക്കുക അല്ലെ? എന്നിട്ട് നമുക്ക് അത് എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യാം. എത്രാമത്തെ നമ്മൾ ചെയ്യണേ? 11 14 ചെയ്യണം അല്ലെ? y into tan x പ്ലസ് ഒന്ന് നോക്കുക, ചെയ്ത് ഉത്തരം ശരിയാണോ ഇപ്പൊ നോക്കണേ. തെറ്റ് ചെയ്യാൻ പറയാൻ പറ്റില്ല. dy by dx നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് എന്ത് വരും? log of cos x പ്ലസ് x into tan y is equal to log of cos y
പ്ലസ് വൈ ഇൻറ്റു ടാൻ എക്സ്. അപ്പൊ ഡി വൈ ബൈ ഡി എക്സ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് മക്കളെ? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആരാ ലോഗ് കോസ് വൈ അല്ലെ, ലോഗ് കോസ് വൈ പ്ലസ് വൈ ഇൻറ്റു ടാൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എന്താ ലോഗ് ഓഫ് കോസ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ടാൻ വൈ. നല്ലപോലെ പഠിക്കേണ്ടതൊക്കെ. നല്ല മാർക്ക് സ്കോർ ചെയ്ത് പക്ഷെ പരീക്ഷകളൊക്കെ ഡിഫിക്കൽട്ടാണ് വരുന്നത്. ഇവാലുവേഷൻ ടൈറ്റ് ആയിരിക്കും. ഇനിയിപ്പോ എനിക്ക് പോകണ്ട, അഡ്മിഷൻ ഒന്നും കിട്ടില്ല, ലോൺ ആവും നേരത്തെ പറഞ്ഞ പോലെ. നല്ലപോലെ എന്ത് ചെയ്യാൻ പഠിക്കാം. ഈ ഒരു ടെക്നിക്ക് വരികയാണ് അല്ലെ, y into tan x plus log cos y divided by x into tan y plus log cos x. എക്സസൈസ് കഴിഞ്ഞിട്ടില്ല അല്ലെ, കണക്കുകൾ എടുക്കുക. അടുത്തത് രണ്ടാം ഈ സൈഡിലെ എക്സസൈസ്. അതുകൂടെ കഴിഞ്ഞ് പാഠം കഴിഞ്ഞു, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. എന്തായാലും സെറ്റ് ചെയ്തേ കൂടെ ചെയ്ത് വന്നില്ലേ? മനസ്സിലായ പ്രശ്നമില്ലല്ലോ. അടുത്ത കണക്കിലേക്ക് എടുക്കുക അല്ലെ. അടുത്തൊരു കാര്യം ചെയ്യാം, 15ാമത്തെ കണക്ക് ചെയ്യാം. 15, 16, 17 അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നോക്കാം. ഇനി 3 പ്രോഡക്റ്റ് വരുന്ന ഒരു ഏർപ്പാടുണ്ട്, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ചോദ്യം ആക്കിയിട്ടുണ്ട്. 15 നോക്കാം. 15 xy ഈക്വൽ ടു 15ാമത്തെ ചോദ്യം xy ഈക്വൽ ടു e raised to x minus y. xy ഈക്വൽ ടു e raised to x minus y. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഈ ആയിട്ടുള്ള ലോഗരിതമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മാക്കട്ടെ, രണ്ട് ഭാഗത്ത് മാക്കട്ടെ. ഇനി കൂടെ എഴുതി വരിക എളുപ്പമുള്ള കണക്കുകളല്ലേ. ഇതിപ്പോ പ്രാക്ടീസ് ആയിട്ട് അത്യാവശ്യം നമ്മൾ രണ്ടാമത്തെ റൗണ്ട് ചെയ്തു വന്നു. ഇന്ന് മാത്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വേറെ പഴയ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നലത്തെ അല്ലേ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ രണ്ട് ഭാഗം എന്ത് വയ്ക്കുക മക്കളെ? ലോഗ് അപ്ലൈ ചെയ്യാം. അപ്പൊ ലോഗ് എക്സ് വൈ കുറച്ച് പേര് സംസാരിക്കല്ലേ, നല്ല കുട്ടികളായിരിക്കും. ലോഗ് e raised to x minus y അല്ലെ, രണ്ട് ഭാഗം ലോഗ് വെച്ചു. ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ലോഗ് എക്സ് ഇൻറ്റു വൈ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എ റേസ് ടു ബി. അപ്പൊ എന്താ? ബി ഇൻറ്റു ലോഗ് എ. ഇത് ഇ ആണ് ഈ ലോഗരിതത്തിന്റെ ബേസ് കരുതുക തൽക്കാലം. അപ്പൊ ലോഗ് ഇ ടു ദ ബേസ് ഇ എത്ര വരിക? 1. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ലോഗ് എക്സ് പ്ലസ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ അല്ലെ. ഇൻറ്റു 1 ആയതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല, എക്സ് മൈനസ് വൈ. ഓക്കെ, പിടിച്ച ഡിഫറൻഷിയേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ. ലോഗ് എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താ? 1/x. ലോഗ് വൈന്റെ ഡിഫറൻഷ്യൽ എന്താ? 1/y ഇൻറ്റു dy by dx ഈക്വൽ ടു എക്സിന്റെ ഡിഫറൻഷ്യൽ എന്താ? മൈനസ് വൈന്റെ ഡിഫറൻഷ്യൽ എന്താ? dy by dx. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പില്? ഇവിടുത്തെ dy by dx ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇവിടുത്തെ 1/x ഇങ്ങോട്ട് കൊണ്ടുപോവാ, അങ്ങോട്ട് കൊണ്ടുപോവാ. ഇവിടെ ഓൾറെഡി ആരുണ്ട്? ഒരു 1/y ഇൻറ്റു dy by dx ഉണ്ട്, പ്ലസ് ഒരു dy by dx. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ മൈനസ് dy by dx എന്താവും? പ്ലസ് dy by dx ആവും. ഈക്വൽ ടു 1 ഇവിടെ ഓൾറെഡി ഉണ്ട്, 1/x അപ്പുറത്തോട്ട് പോയി. അപ്പൊ ഇവിടെ പ്ലസ് 1/x ആണ്, അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് എന്തായി? മൈനസ് 1/x ആയി. ഇതിൽ നിന്ന് മക്കളെ കോമൺ ആയിട്ട് ആരെ പുറത്തെടുക്കാം? dy by dx പുറത്തെടുക്കാം. അപ്പൊ എന്ത് വരും? 1/y പ്ലസ് 1 ഈക്വൽ ടു 1 മൈനസ് 1/x. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? ബാക്കി ഇവിടെ എഴുതുന്നത് തൽക്കാലം. അപ്പൊ dy by dx is equal to 1 minus 1/x all divided by 1 plus 1/y. ഈ ബ്രാക്കറ്റ് അടിയിലേക്കല്ലേ പോവാ ഡിവിഷൻ ആയിട്ട്? 1/y plus 1 ന് പകരം എന്ത് എഴുതിയത് മാത്രം? 1 plus 1/y എഴുതിയത് മാത്രം കേട്ടോ. ഇത് ക്രോസ് ചെയ്യാതെ. അപ്പൊ dy by dx is equal to ക്രോസ് വയ്ക്കുമ്പോ x minus 1/x. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, എളുപ്പമുള്ള സ്റ്റെപ്പുകളാണ്. അതാണ് ഇത്തിരി സ്പീഡിൽ എഴുതി പോണേ. ഈ y എവിടെ വരിക? മുകളിലേക്ക്. ഈ x എങ്ങോട്ട് പോകാനുള്ളതാ? താഴേക്ക്. അപ്പൊ y by x എഴുതി. മുകളിൽ പിന്നെ ആരുണ്ടാവും? x minus 1 ഉണ്ടാവും. അടിയിൽ ആരുണ്ടാവും? അടിയിൽ ആരുണ്ട്? y plus 1. അത് എഴുതിയതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കേണ്ട. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, ധൈര്യമായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് സംശയം ധൈര്യമായിട്ട് ചോദിക്കുക. ഭയങ്കര ബേസിക് ആയിട്ടുള്ള രണ്ടും കൂട്ടുമ്പോ എങ്ങനെയാ മാഷ് 4 കിട്ടിയെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. അത് ആ രീതിയിൽ എടുത്താൽ മതി. മനസ്സിലായ? ചോദിച്ചോളൂ. പക്ഷെ അപ്പൊ ഇത് കഴിഞ്ഞു 15. ഈ അതിൽ 1 തൊട്ട് 17 വരെയുള്ള ഏതൊക്കെ ചെയ്യണ്ട? 17 ഒന്നും ചെയ്യണ്ട.
ഏതൊക്കെ ചെയ്യാണ്ട് നോക്കി. 1 തൊട്ട് 11 വരെയുള്ള ഏതൊക്കെ ചെയ്യാണ്ട് നോക്കി. 10 ചെക്ക് ചെയ്തേ. 10 മാറും. 2 ചെയ്തിട്ടുണ്ടോ? 2 ചെയ്തിട്ടില്ല. ചെയ്യാത്ത പറഞ്ഞേ. 2 ഇല്ല. കൗണ്ട് ഇല്ലാത്ത പറ. 1 തൊട്ട് 15 വരെ നമ്പർ ഇല്ലാത്ത. 2 ഇല്ല. 6 ഇല്ല. 6 ഉണ്ട്. 5 ഇല്ല. പിന്നെ 10 ഇല്ല. മറുപടി ഉണ്ടോ? 11 ഉണ്ടോ? 15 ചെയ്തിട്ടില്ലല്ലോ. ഇല്ല. 15 വരെ ചെയ്തു. 16 വന്നില്ല. 2 ചെയ്തിട്ടില്ലല്ലോ. 3 ചെയ്താണ്. 3 ആണ് ഏറ്റവും ആദ്യം ചെയ്തത്. ഏതാ ചോദ്യം വായിക്കേ. y raised to x equal to x raised to y 13. y raised to x equal to x raised to y 13. നമ്പറിലേക്ക് എഴുതി വെക്കുക. അപ്പൊ ഇത്രയല്ലേ ഇനി ചെയ്യാളോ. 7, 8 ഒക്കെ ചെയ്തല്ലേ. 6 ചെയ്തിട്ടില്ലേ എന്നാണോ? 6 ചെയ്തിട്ടുണ്ടോ? ചെയ്തോ. x + 1/x ചെയ്താണ്. അല്ലെങ്കിൽ ഇവിടെ 3 ഫംഗ്ഷൻ ലോഗ് വെച്ചിട്ട് കുറച്ചുകൂടെ ഓരോ ക്രൈറ്റീരിയയാണ് എങ്ങനെ ചെയ്യാൻ നമുക്ക് എളുപ്പം. മാത്സ് കറക്റ്റാക്കി നിർത്തിക്കൊണ്ട് തന്നെ അതാണ് ഭാഷ പറഞ്ഞത്. ഇന്നലെ ചെയ്തപ്പോൾ ഒരേ ചോദ്യത്തിനകത്ത് ഉത്തരം വന്നു. 2 ഉത്തരം വന്നു. ആ 2 ഉത്തരം എന്താണ്? ശരിയാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 3 ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ഉണ്ടാവും. യു വി ഡബ്ല്യുവിന്റെ ഡിഫറൻഷ്യലിനോട് വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം. അപ്പൊ കിട്ടുന്ന ഉത്തരം എന്തെങ്കിലും ചിലപ്പോൾ ഫോർമാറ്റിലായിരിക്കും. അത് ഓൾറെഡി ചെയ്ത് പവർ തന്നെ എന്തായാലും എന്തെടുക്കണം. ഫംഗ്ഷൻ പവർ മിക്കവാറും എടുക്കേണ്ടി വരും. ലോഗ് എടുക്കേണ്ടി വരും. അത് ഫംഗ്ഷന്റെ പവർ ആയിട്ട് 2 raised to 9 അതിൽ ലോഗ് എടുത്തിട്ട് പോയി 2 ഫംഗ്ഷൻ ആണ് അല്ല 2 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അങ്ങനെയല്ല നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഏതൊക്കെ മേഖലകളിൽ മാത്സ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അതിനൊക്കെ ചെയ്യാം. വളരെ തെളിവുകൾ എന്ത് ചെയ്യാം. ഇപ്പൊ സ്കൂളിൽ ചെയ്യുമ്പോൾ പല കൺഫ്യൂഷൻ ചിലപ്പോൾ നമ്മളോട് ചെയ്ത രീതിയിൽ സ്കൂളിൽ ചെയ്തിട്ടാണ്. പക്ഷെ എന്താണ് ശരിയാണ്. ഒരു ലൈനിലാണ് ഏത് കമ്പ്യൂട്ടറിൽ തന്നെ എന്ത് ചെയ്യാം പഠിക്കാം. അപ്പൊ അവിടെ ലോഗ് എടുക്കാണ്ടും എന്ത് ചെയ്യാം. പ്രോഡക്റ്റ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നോക്കാം. അപ്പൊ 11 ചെയ്യാൻ പറ്റില്ല. കുറച്ച് കണക്കുകൾ ഉണ്ടായിരുന്നു. 11 എഴുതാം. x cos x raised to x. ശ്രദ്ധിക്കണം. തിരിച്ചു വരിക. x into cos x raised to x plus x sin x raised to 1/x. ആകെ കഷ്ടപ്പെടിച്ച സാധനമാണ് വന്നിരിക്കുന്നത് അല്ലേ. ഇതിന്റെ എന്ത് കാണണം? ഡിഫറൻഷ്യൽ കാണാനാണ് പറയുന്നത്. ഇതാണ് അവർ തന്നിരിക്കുന്നത് dy/dx. അപ്പൊ y equal to എന്ന് പറഞ്ഞിട്ട് ഈ സാധനം തന്നെയാണ്. അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. പതുക്കെ കൂടെ ചെയ്ത് പോകണം. ഇതാണ് അപ്പൊ ഇവിടെ y. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം. ലെറ്റ് u is equal to x cos x raised to x എടുക്കാം. അപ്പൊ v എന്താണ് വരിക? v equal to x into sin x raised to 1/x. അപ്പൊ y equal to എന്താണ് വരിക? u plus v അല്ലേ. അപ്പൊ dy/dx എന്താണ് വരിക? dy/dx is equal to du/dx plus ആരാണ്? dv/dx എന്നുള്ള രീതിയിൽ വന്നിരിക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 കൂടെ എഴുതി വരട്ടോ. മാറ്റേണ്ടി വരും എന്തായാലും. അപ്പൊ യൂനെ എടുത്ത് നിർത്താൻ പറഞ്ഞു. യൂനെ എടുത്ത് നിർത്തുമ്പോ x cos x all raised to x. രണ്ട് ഭാഗത്ത് എന്ത് അപ്ലൈ ചെയ്യാം? ലോഗ് അപ്ലൈ ചെയ്യാം. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? log u is equal to log of x cos x all raised to x എന്ന് വരികയാണ്. അപ്പൊ log a raised to b അല്ലേ മക്കളേത്? log a raised to b.
അപ്പൊ log u is equal to b into log a. അപ്പൊ x into നിങ്ങൾ കൂടെ എഴുതി വരുമ്പോ മനസ്സിലാക്കിയിട്ട് എഴുതിക്കോളൂ കേട്ടോ. log a raised to b നെ മാഷ് എങ്ങനെ എഴുതി? b into log a. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വരട്ടെ. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ ഒരു മിനിറ്റ്. ഇല്ല, ഇവിടെ ശ്രദ്ധിക്കും. ഇവിടെ ശ്രദ്ധിക്കും, പുറകിൽ ആൻവേഡ് പഞ്ചായത്ത് ശ്രദ്ധിക്കും. log u is equal to x ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് മാഷ് എതിർപ്പില്ലല്ലോ. log a into b ഫോർമാറ്റിലല്ലേ പങ്കെടുക്കണേ അല്ലേ? x into cos x. അപ്പൊ log a into b ആണ്. log a into b എന്താ? log a plus log b. അപ്പൊ എന്താ വരിക? log a എന്ന് പറയുമ്പോൾ എന്താ വരിക? log x plus എന്താ? log b എന്ന് പറയുമ്പോൾ എന്താ വരിക? cos x ആണോ? ഈ രൂപത്തിലേക്ക് ആക്കി കണ്ടോ? ഇതിപ്പോ നമ്മൾ നേരത്തെ ചെയ്യാത്ത ഒരു രീതിയാണ്. അത് ഓരോ സ്ഥലത്തും നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. വേറെ വേറെ മെത്തേഡുകളിൽ ചെയ്യും. ഇനി ഇത് 3 ഫംഗ്ഷൻ വന്നിട്ടുള്ള പ്രോഡക്റ്റ് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. 3 ഫംഗ്ഷൻ വന്നിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാം. അതിന് കുഴപ്പമുണ്ട്. അത് പിന്നീട് നോക്കാം നമുക്ക്. ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോന്നും ഓരോ റൂട്ടാണ്. ആക്ച്വലി അതുകൊണ്ടാണ് ഭാഷ പറഞ്ഞത് സയൻസ് പഠിക്കുമ്പോൾ ഒരു സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൊണ്ടുവരിക എന്നുള്ളതാണ്. മനസ്സിലായോ? മാഷിന്റെ മെത്തേഡ് പറഞ്ഞിരുന്നു. ഇപ്പൊ ഞാനൊരു മെത്തേഡ് പറയുന്നത് എന്താ? ഞാൻ ഇന്ന് കാലത്തേക്ക് വന്നു, ആ ചോദ്യം കുറെ കാലമായിട്ട് ഞാൻ ചെയ്യണതാണ്. അപ്പൊ അപ്പൊക്ക് മറച്ചു നോക്കിയപ്പോ എന്താ അതിന്റെ റൂട്ട് കിട്ടി. അപ്പൊ പിന്നെ അത് വെച്ചിട്ട് മനസ്സിലായ നിങ്ങളെ സംബന്ധിച്ച് അത് മാത്രം പോരാ. എന്താണ് വേറൊരു ചോദ്യം കൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്യാൻ പറ്റണം. അപ്പൊ ആ ഒരു സാധനം കൊണ്ടുവരട്ടെ. അപ്പൊ ഇങ്ങനത്തെ മെത്തേഡുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യുക. ശരിക്ക് വീട്ടിൽ പോയിട്ടൊക്കെ ഒരു ചോദ്യം തന്നെ ഇട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് മുട്ടിക്കാൻ പറ്റുണ്ടോ എന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒഴിവാകുക ഓരോ സ്റ്റെപ്പില്. ഇപ്പൊ നമ്മള് ഇൻവേഴ്സ് ചെയ്ത സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കണം അല്ലെ? ഓർമ്മയില്ലേ? അപ്പൊ ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കണ്ടേ? അത് നമ്മള് എന്താണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാധനം. ഇപ്പൊ നമ്മൾ ടെക്സ്റ്റിലത്തെ കണക്കുകൾ ചെയ്യുമ്പോൾ മാഷക്ക് അറിയാം പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്താൽ മതി. അത് പഠിപ്പിക്കുന്നതിന് പ്രശ്നമുണ്ട്. അങ്ങനെ നമ്മൾ നേരിട്ട് പറയാണ് ഇവിടെ ടാൻറ്റേറ്റ് എടുത്തോളൂ. ശരിക്കും അതാണ് ചില ചോദ്യങ്ങൾ ഭാഷ ആർക്ക് വിട്ടുതരണേ? നിങ്ങൾക്ക് വിട്ടുതരണേ. തന്നെ ചെയ്യാൻ പറയണില്ലേ? ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്തോ. അപ്പോഴാണ് എന്ത് നടക്കുക? ആ ഒരു പ്രോസസ്സിങ് നടക്കുക. അപ്പൊ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ log x into cos x നമ്മൾ log x plus log. അപ്പൊ നിങ്ങൾ ചോദിക്കുക മാഷ് ഇവിടെ നേരിട്ട് പ്രൊഡക്റ്റ് വെച്ചൂടെ? തെറ്റുണ്ടാ? പ്രൊഡക്റ്റ് വയ്ക്കാം, ഒരു തെറ്റുമില്ല. പ്രോഡക്റ്റ് വയ്ക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ്. അപ്പൊ 1/x cos x വരും. പിന്നെ x cos x ഡിഫറൻഷ്യൽ വേണ്ടേ? അപ്പൊ പ്രോഡക്റ്റിന്റെ ഉള്ളിൽ എന്തോ വരും? x into cos x ഡിഫറൻഷ്യൽ പറഞ്ഞാൽ അവിടെ എന്തോ വയ്ക്കണം? പ്രൊഡക്റ്റ് വയ്ക്കണം. പ്രോഡക്റ്റിന്റെ ഉള്ളിൽ എന്ത് വരും? അപ്പൊ കുറച്ചുകൂടെ എന്താവും? സാധനം കോംപ്ലിക്കേറ്റഡ് ആവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയാക്കി. ഇനി നമുക്ക് എന്ത് വയ്ക്കാം? പ്രോഡക്റ്റ് വയ്ക്കാം. log u equal to ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? സെക്കൻഡ് ഫംഗ്ഷൻ ഈ ബ്രാക്കറ്റ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്താ? ആ ബ്രാക്കറ്റ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക, ചെയ്യാൻ പറ്റും. അപ്പൊ log u ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? 1/u into du by dx is equal to ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ? ഫസ്റ്റ് ഫംഗ്ഷൻ x. മാഷയുടെ ബ്രാക്കറ്റ് കിട്ടും. എന്തിനാ? ആരുടെ ഡിഫറൻഷ്യൽ ചെയ്താൽ എന്ത് ഇതുവരെ ബ്രാക്കറ്റ് ഇട്ടുണ്ട്? ഇതിൽ പോകുന്നത് ബ്രാക്കറ്റ് ഇട്ടെ. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എത്ര ടേംസ് ആണ്? 2 ടേം. അപ്പൊ പ്ലസ് ഇട്ട് എഴുതണം. അതുകൊണ്ടാണ് ഇത് തുടങ്ങിയത്, ബ്രാക്കറ്റ് തുടങ്ങി. ആദ്യം ആരുടെ ഡിഫറൻഷ്യലാണ്? സെക്കൻഡ് ഫംഗ്ഷന്റെ ഡിഫറൻഷ്യലാണ് എഴുതുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ആണ്. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോയപ്പോ അവിടെ ആദ്യം ഉള്ളത് ആരാ? log x ആണ്. log x ന്റെ ഡിഫറൻഷ്യൽ എന്താ? 1/x പ്ലസ് log cos x ആണ് പിന്നുള്ളത്. അപ്പൊ എന്താ വരിക? 1/cos x into minus sin x കഴിഞ്ഞു. സെക്കൻഡ് ഫംഗ്ഷന്റെ എന്ത് കഴിഞ്ഞു? ഡിഫറൻഷ്യൽ. ഇനി ഏതാ? പ്ലസ് ഏതാ? ഏത് ഫംഗ്ഷനാ? സെക്കൻഡ് ഫംഗ്ഷൻ. അത് ഒരു ബ്രാക്കറ്റ് കൊടുക്കാണ്. log x പ്ലസ് log cos x. ഇനി എന്താ? ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ശ്രദ്ധിക്കേ, എന്താ ഫസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ? x ഡിഫറൻഷ്യൽ എത്രയാ? 1. അപ്പൊ അത് എഴുതുന്നില്ല. ഇനി 1/u into du by dx is equal to x അവിടെ എടുക്കട്ടെ. ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. 1/x മൈനസ് എന്താ? പെട്ടെന്ന് മൈനസ് sin x ന്റെ അവിടെ നിന്ന് ഇറങ്ങി വന്നു, മൈനസ് ഇറങ്ങി വന്നു. sin x by cos x ആരാ മക്കളെ? tan x പ്ലസ് log x പ്ലസ് log cos x, log of cos x. ഇനി x ഉള്ളിലേക്ക് എടുക്കാം. ഈ x ഇങ്ങോട്ട് കയറി വരുമോടാ? ഇങ്ങോട്ട് കയറി വരുമോ? ഇല്ല കേട്ടോ, ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്കേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? 1/u into du by dx. അങ്ങനെയുള്ള ശ്രദ്ധിക്കണേ. ഇത് കഴിഞ്ഞിട്ട് എഴുതാന്ന് പറഞ്ഞില്ലേ? ശ്രദ്ധിക്കുക. തിരക്കൂട്ടൽ ആരും എഴുതണ്ട. കഴിഞ്ഞ സമയം തരാം. കുറച്ച് സ്റ്റെപ്പുകളുള്ള കാരണം പറയണേ. ഈ x ഉള്ളിലേക്ക് എടുക്കട്ടെ. x into 1/x എന്താ വരിക? 1 മൈനസ് x into tan x എന്താ? x into tan x, x tan x.
പ്ലസ് ബ്രാക്കറ്റിന്റെ ഉള്ളില് log x പ്ലസ് log ഓഫ് cos x. ഇനി യുവിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം, അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ശ്രദ്ധിക്ക്, അപ്പൊ യുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ വരിക? du by dx is equal to u into ആദ്യം ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളില് 1 മൈനസ് എക്സ് ടാൻ എക്സ് ഉണ്ട്, പ്ലസ് അടുത്ത ബ്രാക്കറ്റിന്റെ ഉള്ളില് log x പ്ലസ് log ഓഫ് cos x ഉണ്ട്. ഇനി ആ യുക്ക് പകരം എന്ത് കൊടുക്കാം മക്കളെ? യു എന്താ? യു നമ്മുടെ ഉണ്ട് അല്ലെ? ആരാ? എക്സ് കോസ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എന്താ? 1 മൈനസ് എക്സ് ടാൻ എക്സ് പ്ലസ് log എക്സ് പ്ലസ് log കോസ് എക്സ്. ഇക്വേഷൻ നമ്പർ 2 കണ്ട മാഷി എഴുതിയായി വേണം അല്ലേ? ഇത്രയും സാധനങ്ങൾ നമ്മൾ അവിടേക്ക് ചെയ്തുകൊണ്ടെത്തി. അപ്പൊ du by dx കുഴപ്പമില്ലല്ലോ. അപ്പൊ അത് എഴുതിയിട്ട് ആദ്യം എഴുതിയാണോ? ശരിയാ, ചെയ്തു. ക്യാൻസൽ ചെയ്ത് കളയണ്ട, ഇതിൽ വല്ലതും ഏതൊരു സാധനം അധികം പെട്ടായിട്ട് കാണുന്നല്ലോ. ഈ കൊണ്ടന്മാരെ കാണിച്ചു വെച്ചാൽ തെറ്റാ. ഇതാണ് ശരി, കഴിക്കും. മിസ്റ്റേക്ക് വന്നു, ഒരു ലോഗിൻസ് കാണാൻ രീതി. ഇപ്പൊ ഇവിടെയാണോ അത് ചെയ്ത് നോക്കട്ടെ. 14ാമത്തെ ചോദ്യം 5.5. അയ്യോ, ഒരു log x കൂടുതലാണോ അവിടെ മക്കളെ? ഇല്ല, അത് കുഴപ്പമില്ല. ഒരു സ്റ്റെപ്പ് കൂടെ വേണമെങ്കിൽ എഴുതാം, ടെക്സ്റ്റിൽ ഇതായിക്കോട്ടെ. അവർ വണ്ണന്മാരായതല്ലാട്ടോ, നമ്മൾ ശ്രദ്ധിക്കണ്ട. അതായത് ഒറ്റ സ്റ്റെപ്പ് കൂടെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാ മക്കളെ. du by dx തെറ്റിയിട്ടൊന്നുമില്ല, സംഘർഷമാണ്. എപ്പോഴും ഉത്തരം ചെക്ക് ചെയ്യാൻ പറഞ്ഞത് കാരണം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ, ഇവിടെ ശ്രദ്ധിക്കടാ. ഇത് 1 മൈനസ് എക്സ് ടാൻ എക്സ് എതിർപ്പില്ലല്ലോ. ഇതെന്താ സാധനം? log x പ്ലസ് log cos x. അതെന്താ സാധനം? ഈ സാധനല്ലേ log x into cos x എഴുതിക്കൂടെ? log x പ്ലസ് log cos x എങ്ങനെ എഴുതാം? log x into cos x എഴുതാം. അപ്പൊ അവിടെ പ്ലസ് ഇട്ടിട്ട് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തു, log x into cos x. അപ്പൊ പെർഫെക്റ്റ് ആയി. ഇക്വേഷൻ നമ്പർ 2 കറക്റ്റ് ആയി. ഒരു സ്ഥലത്തേക്ക് നോക്കണം. ഓക്കെ, ഉത്തരം എപ്പോഴും ചെക്ക് ചെയ്യാൻ പറഞ്ഞത് കാരണമാണ് കേട്ടോ. ഏത് സിംപ്ലിഫിക്കേഷനിൽ നിൽക്കണമെന്ന് അറിയില്ല, തെറ്റാം. മനസ്സിലായി? ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. ഉത്തരം എപ്പോഴും എന്ത് ചെയ്യുക? ക്രോസ് ചെക്ക് ചെയ്യുക. അതിലൊരു മടി വിചാരിക്കണ്ട. മനസ്സിലാവണ്ട പറയണത്. എപ്പോഴും എന്ത് ചെയ്യുക? ഉത്തരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ആരും ചോദിക്കുക. അത് മനസ്സിലായില്ല, സ്റ്റെപ്പ് ഒന്നുകൂടെ പറയാൻ പറയാം. ആ ഭാഷ പറഞ്ഞുതരാം. ക്ലിയർ? അല്ലെങ്കിൽ ഇത് മനസ്സിലാവാണ്ട് വെറുതെ പകർത്തി വെച്ചിട്ട് പിന്നെ കുറെ പകർത്തി എഴുതിയിട്ടൊന്നും കാര്യമില്ല. സ്റ്റെപ്പുകൾ അൾജിബ്ര എഴുതിയില്ല. പതിനൊന്ന് കഴിഞ്ഞില്ല, വലിയൊരു കണക്കായിരുന്നു. ബുദ്ധിമുട്ടിൽ എന്തിനാ അവസാനത്തേക്ക് വെച്ചാണ് നമ്മൾ ആദ്യമൊക്കെ ചെയ്ത് എളുപ്പമുള്ളതാണല്ലേ, എത്ര ബുദ്ധിമുട്ടില്ല. സംസാരിക്കേണ്ടത്
എല്ലാത്തിനും പറയുന്ന കാലേജ് പോയി സെഷൻ പറയുന്നത് എല്ലാ ബാങ്കുമാരുടെ പോയി സെഷൻ കാലേജ് പറയുന്നില്ല അവിടെ അതിന് പറയുന്നത് ശരി അവള് പേര് ചോദിച്ചാൽ ഇതുവരെ പേര് ചോദിച്ചില്ല എന്തെങ്കിലും ആൾക്കാരുടെ ഉള്ളു വരാം പേര് ഇസബല്യ ഇസബല്യ എന്നൊരു ഫീസ് അയച്ചെന്നോളൂ അല്ലെ ഒന്നാം ചോദിച്ചോളൂ അല്ലെ ഒന്നാം ചോറല്ലേ അതുപോലെ അല്ല ഫീസ് 1000 കൊടുക്കുന്നുണ്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാല് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വരുന്നില്ലേ 3 വിഷയത്തിനാണ് 9000 ഫീസ് പക്ഷെ PHC-കാരുടെ ഫീസാ പറഞ്ഞത് ഇവളുടെ അടുത്ത് അങ്ങനെ പറഞ്ഞു അത് ക്ഷമിക്കണം കേട്ടോ മനസ്സിലായോ പറഞ്ഞത് എല്ലാവരും അങ്ങനെ അടയ്ക്കണേ എനിക്ക് മാത്രമൊന്നുമല്ല ഞാൻ മറ്റവർക്ക് ബയോളജി ഇല്ല അത് സബ്ജക്റ്റ് ഇല്ല അത് കാരണമാണ് അവർക്ക് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ ആ ഫീസ പെട്ടെന്ന് പറഞ്ഞു അന്ന് ശ്രദ്ധിച്ചോളൂ വീട്ടിലത് പറഞ്ഞു എന്തായി നടപടിയായ അടുത്തതൊന്ന് ചെയ്തു നോക്കിയേ മാറ്റട്ടെ ഇത് മാറ്റോട്ടെ ഇത് കഴിയാത്തവരുണ്ടാ എണ്ണൊക്കെ എഴുതിട്ടല്ലോ കഴിഞ്ഞിട്ടില്ലേ പിന്നെ കഴിഞ്ഞാ ഓ ശ്രദ്ധിക്കാം മക്കളെ ഇപ്പൊ തിരിച്ചു വന്നേ ഇനി ബീമ പിടിക്കാം അല്ലെ വി ഈക്വൽ ടു എന്താ ഇനി സംസാരമില്ല വി ഈക്വൽ ടു എന്താ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഓൾ റൈസ് ടു 1/x രണ്ട് ഭാഗത്തും എന്ത് വയ്ക്കുക ലോഗ് വെക്കുക അപ്പൊ എന്താ വരിക ലോഗ് വി ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഓൾ റൈസ് ടു 1/x എതപ്പല്ലോ അപ്പൊ എന്ത് വരും ലോഗ് വി ഇസ് ഈക്വൽ ടു 1/x എങ്ങോട്ട് ചാടി ഫ്രണ്ടിലേക്ക് ചാടും അല്ലെ ഇൻറ്റു എന്താ വരിക ലോഗ് എക്സ് ഇൻറ്റു സൈൻ എക്സ് കറക്റ്റ് അല്ലേ ഇനി ആ സെക്കൻഡ് ഫംഗ്ഷൻ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം നമുക്ക് ഇത് നോക്കിയേ ലോഗ് എ ഇൻറ്റു ബി അല്ലേ അപ്പൊ എന്താക്കാം ലോഗ് വി ഇസ് ഈക്വൽ ടു 1/x ഇൻറ്റു ബ്രാക്കറ്റ് ഇട്ടു മാഷ് എങ്ങനെ എഴുതാം ലോഗ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് കുഴപ്പമില്ല ആ സെക്കൻഡ് ഫംഗ്ഷൻ ഒന്ന് മാറ്റിയിട്ടു അപ്പൊ ചെയ്യാൻ കുറച്ചുകൂടെ എന്തുണ്ടാവും എളുപ്പുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അല്ലേ ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം ലോഗ് വിയുടെ ഡിഫറൻഷ്യൽ മുകളിൽ ചെയ്യാലോ ലോഗ് വിയുടെ ഡിഫറൻഷ്യൽ എന്താ 1/v ഇൻറ്റു എന്താ dv/dx ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ആരാ 1/x അപ്പൊ അത് നമ്മൾ എഴുതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ എന്താ 1/x സെക്കൻഡ് ഫംഗ്ഷൻ ന്റെ ഡിഫറൻഷ്യൽ log x ന്റെ ഡിഫറൻഷ്യൽ എന്താ 1/x പ്ലസ് log of sin x log ന്റെ ഡിഫറൻഷ്യൽ എന്താ again 1/sin x ഹലോ മക്കളെ ഇൻറ്റു sin x ന്റെ ഡിഫറൻഷ്യൽ cos x sin നോക്ക് എന്താ ശ്രദ്ധിക്ക് sin x ന്റെ ഡിഫറൻഷ്യൽ എന്താ cos x കഴിഞ്ഞില്ലേ സെക്കൻഡ് ഫംഗ്ഷൻ ഡിഫറൻഷ്യൽ കഴിഞ്ഞില്ലേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം പ്ലസ് ഏത് ഫംഗ്ഷനാ സെക്കൻഡ് ഫംഗ്ഷൻ ഈ ബ്രാക്കറ്റ് മുഴുവനും വരും ഏതാ log x പ്ലസ് log of sin x അല്ലേ ആണോ സെക്കൻഡ് ഫംഗ്ഷൻ എഴുതി ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ആരാ ഫസ്റ്റ് ആരാ 1/x 1/x ന്റെ ഡിഫറൻഷ്യൽ ആരാ -1/x സ്ക്വയർ അപ്പൊ 1/v ഇൻറ്റു dv/dx ഇസ് ഈക്വൽ ടു ബോൾഡ് ശ്രദ്ധിച്ചേ സ്റ്റെപ്പുകൾ കുറച്ച് കൂട്ടി എഴുതുന്നുണ്ട് മാഷ നിങ്ങൾക്ക് പിന്നീട് സ്കിപ്പ് ചെയ്യാം തൽക്കാലം ഇങ്ങനെ എഴുതാണ് 1/x ഇൻറ്റു 1/x പ്ലസ് cos x ബൈ sin x ആരാ മക്കളെ cot x നടിപട എന്താ ചിഹ്നം മൈനസ് പിന്നെ ഇവിടെ ശ്രദ്ധിക്കേ log x പ്ലസ് log sin x അപ്പൊ എന്താ എഴുതാൻ മാഷണത് log x ഇൻറ്റു sin x എഴുതിക്കൂടെ നേരത്തെ നമ്മൾ ഏറ്റവും അവസാനം ചെയ്തേ അത് ഇപ്പൊ തന്നെ ചെയ്യുമെന്ന് മാത്രം കുഴപ്പമില്ല ശ്രദ്ധിക്കേ മനസ്സിലാക്കാതെ log x പ്ലസ് log sin x അല്ലേ അത് എന്ത് ചെയ്യാണ് log x ഇൻറ്റു sin x കുഴപ്പമില്ല ഐഡിയ മനസ്സിലായ നേരത്തെ നമ്മൾ എഴുതി ഏറ്റവും അവസാനത്തെ നേട്ടം നോക്കിയപ്പോഴാണ് പ്രശ്നമില്ലല്ലോ ബൈ എന്താ വരാൻ പോണേ ഇവിടെ ബൈ എന്താ വരാൻ പോണേ ബൈ വരുന്നുണ്ട് ബൈ എക്സ് സ്ക്വയർ ഇനി എന്ത് ചെയ്യാം 1/v ഇൻറ്റു dv/dx ഇസ് ഈക്വൽ ടു 1/x നെ മാഷ് ഉള്ളിലേക്ക് എടുക്കുക 1/x ഇൻറ്റു 1/x എന്താ വരിക 1/x സ്ക്വയർ പ്ലസ് cot x ബൈ
എന്താ എക്സ് ഇവിടെ ശ്രദ്ധിക്കുക എഴുതാൻ സമയത്ത് തരാണോ മൈനസ് ലോഗ് എക്സ് സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ. ഇതൊക്കെയല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഡിനോമിനേറ്റർ എന്താ എക്സ് സ്ക്വയർ, ഇവിടെയും അല്ല ഇവിടെ എക്സ്, ഇവിടെയോ എക്സ് സ്ക്വയർ. രണ്ട് സ്ഥലങ്ങളിലും എക്സ് സ്ക്വയർ ആണ്, ഒരു സ്ഥലത്ത് മാത്രം എന്ത് എക്സ് സ്ക്വയർ ഇല്ലാതെ. അപ്പൊ അവിടെ സ്ക്വയർ കൊണ്ടുവരിക മാഷ് എങ്ങനെയാ? ഇവിടെ ഇൻറ്റു എന്ത് ചെയ്തു എക്സ് ചെയ്തു, അപ്പൊ തന്നെ എവിടെയും ചെയ്യാം മുകളിൽ ചെയ്യാം. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇടുന്ന സാധനമാണ്, നമ്മള് കയ്യിൽ ഇടുന്ന സാധനം പിടിയിട്ടില്ല. നമുക്കിപ്പോ അത് അങ്ങനെ തോന്നിയില്ല. അപ്പൊ അതിങ്ങനെ വീണാൻ വേണ്ടിട്ട് അങ്ങനെ രീതിയിൽ മതി. നമ്മൾ ആ ടെക്സ്റ്റിന്റെ ആൻസറിലേക്ക് പോകാൻ കുഞ്ഞു കുഞ്ഞു പൊടി കൈകൾ. അപ്പൊ എന്ത് വരും 1/v ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. നോക്കിയേ, ഇവിടെ എക്സ് സ്ക്വയർ, ഇപ്പൊ ഇവിടെ എന്താ ഇവിടെ എന്താ, അപ്പൊ ഓൾ എക്സ് സ്ക്വയർ എഴുതിക്കൂടെ? അങ്ങനെയല്ലേ ചെയ്യാറ്? ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകളിൽ അങ്ങനെ എഴുതിയാൽ മതി അല്ലെ, പ്ലസ് മൈനസ് ഉണ്ട്. അപ്പൊ മുകളിൽ ആരുണ്ട്? ഇവിടെ 1 ഉണ്ട്. പ്ലസ് ഇവിടെ മുകളിൽ വേറെ ആരുണ്ട്? എക്സ് ഇൻറ്റു കോട്ട് എക്സ് ഉണ്ട്. പിന്നെ മൈനസ് ആരുണ്ട്? ലോഗ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഉണ്ട്. എതിർപ്പില്ലല്ലോ. ഇത്രയും സാധനങ്ങൾ എന്താ മക്കളെ അവിടെ വരുന്നത്. ഇനിയിപ്പോ എന്താ ഡി വി ബൈ ഡി എക്സ്. ഡി വി ബൈ ഡി എക്സ് വി അങ്ങോട്ട് കൊണ്ടുപോയി മോശം. അപ്പൊ എന്താ വരിക? 1 പ്ലസ് എക്സ് കോട്ട് എക്സ് മൈനസ് ലോഗ് എക്സ് സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ആ വിക്ക് പകരം എന്ത് കൊടുക്കാം? വി നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് വി? ഇവിടെ ഉണ്ട് എക്സ് സൈൻ എക്സ് റേസ് ടു ഓൾ റേസ് ടു 1 ബൈ എക്സ് 1 പ്ലസ് എക്സ് കോട്ട് എക്സ് മൈനസ് ലോഗ് എക്സ് സൈൻ എക്സ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. കണ്ടോ, ഇക്വേഷൻ നമ്പർ 3 പണി കഴിഞ്ഞു. ഇനിയിപ്പോ വല്ല ചെയ്യണ്ട കാര്യമായിട്ട് ഇല്ല. ഇക്വേഷൻ നമ്പർ 1 ഡി യു ബൈ ഡി എക്സ് നമ്മുടെ ഉണ്ട്, മാർച്ച് കളഞ്ഞു. ഡി യു ബൈ ഡി എക്സ് ഉണ്ട്, മാർച്ച് എടുത്ത് എഴുതാം, നിങ്ങളെടുത്ത് എഴുതാം, രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയ ആ പണി കഴിഞ്ഞു. എഴുതി ശരിയാണോ നോക്കട്ടെ. എക്സ് റേസ് ടു സൈൻ എക്സ് റേസ് ടു 1 ബൈ എക്സ് 1 പ്ലസ് എക്സ് കോട്ട് എക്സ് മൈനസ് ലോഗ് എക്സ് സൈൻ എക്സ് ബൈ എക്സ് സ്ക്വയർ. കറക്റ്റാ? അപ്പോ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് ചെയ്തു. സമയം 8:45 അല്ലേ? ഏതാ 8:50 മണി എല്ലാവർക്കും ഇറങ്ങാം. ഇത് കഴിഞ്ഞില്ലേ? ഇനി വല്ല കണക്കുകൾ ചെയ്യാണ്ടോ നോക്കിയില്ലേ? 2 കണക്ക് ചെയ്യാണ്ടോ? എക്സൈസ് 2 ചെയ്തിട്ടില്ലല്ലോ, 2 ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ എക്സാമ്പിൾ 13 31 ചെയ്തിട്ടുണ്ടാവില്ല. നാളെ മാത്സ് തന്നെ കേട്ടോ. നാളെ കഴിഞ്ഞ എക്സൈസ് വിടുകയാണ് നമ്മള്. പാരാമെട്രിക് ഫോം തുടങ്ങും കേട്ടോ നാളെ. ഇന്ന് ശനിയാഴ്ച. ആ നാളെ വേണ്ട തിങ്കളാഴ്ച. എന്ന് സ്കൂൾ തുറക്കണേ? ഇന്ന് എത്രാം തീയതി? ഇന്ന് 24, നാളെ 25. ആ സ്കൂൾ തുറക്കണ മുന്നേ ഒരു സൗദി വരാണ്ട്. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ ഒരു ദിവസം വേണ്ടേ? തിങ്കളാഴ്ച. ചൊവ്വാഴ്ച ആണോ സ്കൂൾ തുറക്കണേ? തിങ്കളാഴ്ച തുറക്കോ? അയ്യോ, അപ്പൊ ശനിയാഴ്ച തരാം. ശനി ഞായർ മുടക്കാം. അടുത്ത ശനി ഞായർ അപ്പൊ സ്കൂൾ തുറക്കാം അല്ലേ? അപ്പൊ ശനി ഞായറും മുടക്കാം. തിങ്കളാഴ്ച തൊട്ട് പോകാം. പറയോ പറഞ്ഞോ, എന്താ പറയണതേ പ്രശ്നം? ഈ ആഴ്ച മൊത്തം മുടക്കാനൊക്കെ പറയും ചിലപ്പോ അല്ലേ? പറഞ്ഞോ, എന്താ പ്രശ്നം? സംശയമാണോ? അങ്ങോട്ട് വരാൻ മാഷമാണെങ്കിൽ എന്താ വിഷയം? കാർത്തിക് പറഞ്ഞതാ, നാട്ടിലുള്ള ആൺകുട്ടികളില്ലേ അവിടെ? പഠിക്കണ്ട എന്താ കഴിഞ്ഞ 31 കൂടെ ഒന്ന് ചെയ്യാം. ചെയ്യണം. നമ്മുടെ എക്സാം 32 ചെയ്യും. തുടങ്ങിയ സമയത്ത് എത്ര കണക്കായിണ്ടാവും? ഒരു 50 കണക്കായിണ്ടാവും മൊത്തം ഈ പാഠം ആയിണ്ടാവും. കണ്ടമാനം ചെയ്യാണ്ട് ഈ പാഠം ഇതിലെ എക്സാമ്പിൾ 1, 2, 3, 3, 9, 10, 11, 12, 13, 14,
15, 16, 16, 15, 31, 31, 31, 34, 34, 51, 66 കണക്കായിട്ടാ മൊത്തം ഈ പാടത്തിന് 66 കണക്കായി സോൾവ് ചെയ്യണം. കൂട്ടി എഴുതിയ മക്കളെ കൂട്ടി എഴുതിയ DY/DX കണ്ടുപിടിച്ച DU/DX എടുത്ത് എഴുതണം. കൂട്ടി എഴുതിയിട്ടാണ് അവസാനം DU/DX DV/DX എഴുതിയ. ആ പണികൾ നടക്കട്ടെ, എന്നിട്ട് സംസാരിക്കും. വേഗാവട്ടെ, ഇവിടെ ഒരുമിച്ച് എഴുതാട്ടെ. DY/DX ആദ്യം അവിടെ എഴുതില്ലേ? കഴിഞ്ഞു. കൂട്ടി എഴുതിയ രണ്ടും ഒരുമിച്ച് എഴുതിയില്ലേ? പ്ലസ് ഇട്ടിട്ട് എഴുതിയോ? എന്തിനും പറയുന്നോള് കേക്കട്ടെ. ഇപ്പൊ പോയ വിശേഷങ്ങളാ? മാർക്ക് എന്നിട്ടായി എന്താണ് പ്രതീക്ഷിക്കണം? പ്ലസ് മാർക്ക് പ്രതീക്ഷിക്കണ്ട. പോയി കരുതുക, സൈഡ് ചിന്തിക്കുക. കിട്ടി സിയോളജി ചെയ്യുക. മാർക്ക് കുറയുന്ന രീതി ഇരിക്കുക. അപ്പൊ എല്ലാവരും കുറയുമ്പോൾ ഒരു എഫക്ട് കുറയും. വലിയ കിട്ടുന്ന വെച്ചിട്ട് എന്താ പണി കിട്ടുമ്പോ എന്താ എല്ലാണ്ട് വിഷമവും. നമ്മളിവിടെ ഏറ്റവും മോശം സാഹചര്യമാണ് സംഭവിക്കാൻ പോണേന്ന് എന്ത് ചെയ്യുക? ഇപ്പോഴും ചിന്തിക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ വലിയ പ്രശ്നമില്ല. അപ്പൊ കുറച്ച് മോശമായാലും താങ്ങാൻ പറ്റും. ഫുള്ള് പ്ലസ് കിട്ടുന്ന വെച്ചിട്ട് എന്താ ആനോട്ടം കിട്ടുമ്പോ അല്ലെങ്കിൽ വിഷമോ തകർന്നു പോകും. അങ്ങനെ പ്രശ്നം ഉണ്ടായി അല്ലേ? ഫുള്ള് പ്ലസ് കൊണ്ട് ജയിച്ചാൽ മതി എന്ന് പറയുന്നത് അല്ലേ? ഫുള്ള് പ്ലസ് കിട്ടില്ല, നിനക്ക് കിട്ടും തോന്നണോ? ആ കണക്ക് പറ്റിയിലൊക്കെ കണ്ടിട്ട് കയ്യിൽ പഠിച്ചിട്ടുണ്ടാ? കുഴപ്പമില്ല, പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. മാർക്ക് വരുമ്പോ ഈ സന്തോഷത്തിൽ തന്നെ പറഞ്ഞോളൂട്ടാ. മാർക്ക് കുറയാണെങ്കിൽ കുട്ടികളുടെ കാര്യം ഭയങ്കര പഠിച്ചില്ല എന്നൊക്കെ പറയുമ്പോഴേ പഠിച്ചിട്ടൊന്നുമില്ല, അവസാനം മാർക്ക് കുറയും. പിന്നെ കരച്ചില്ല, അയ്യോ മാർക്കില്ല. നൈറ്റ് വാല്യുവേഷൻ എന്നാ പറയണേ. പ്ലസ് വണ്ണുകാരെ ലിബറൽ എന്ന് പറഞ്ഞ അല്ലേ യൂസുലെ? പ്ലസ് വണ്ണുകാരെ ലിബറൽ എന്ന് പറഞ്ഞ വാല്യുവേഷൻ പ്ലസ് വണ്ണുകാർക്ക് അധികം പഠിച്ചിട്ടില്ല അല്ലേ? നീ പറഞ്ഞു അമ്മ പ്ലസ് ടീച്ചറാന്നോ അല്ലേ? മാത്സ് കുറെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം കിട്ടണം. കുറെ മാർക്ക് ഇട്ട് കൊടുത്താലും പ്രശ്നം. അപ്പൊ എല്ലാത്തിനും മാർക്കാണ്. പിന്നെ കൂട്ടി ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം നടത്താം. ഇത് കൂട്ടി എഴുതിയ ഉറപ്പാണോ? പഠിച്ചേ ലാസ്റ്റ് അവരറിയിക്കും. ഇത് ചെറിയ ചോദ്യമാണ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. അവരറിയുമ്പോഴേക്കും ചെയ്ത് തീർക്കാം. y equal to example 31. Example 31. Y equal to തന്നെ ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് സാറ് എന്റെ വീട് എവിടെയാ? അതിന് അത് വീട്ടിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് അവരൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. IELTS കൊണ്ട് പോവാടി അവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. എപ്പോഴാണ് ക്ലാസ് അവിടെ? 9 മണിക്ക് അവിടെ എത്തണം. അപ്പൊ എന്തായാലും എത്താൻ പോളില്ല. ഇപ്പൊ 8:50 9 മണിക്ക് എന്നാലും എത്തില്ലല്ലോ. അപ്പൊ എന്താ വീട്ടിൽ നിന്ന് പറയാണ്ടിരുന്നേ? ആണോ? ശരി, വീട്ടിൽ നിന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പോകണ്ടെങ്കിൽ നേരത്തെ പോണെങ്കിൽ. ഈ വേറെ വഴിക്ക് തിരിഞ്ഞാലേ 10 മിനിറ്റ് വേണ്ടിട്ട് അത് തന്നെ അറിയിക്കോ. അത് പെട്ടെന്ന് അവസാനിപ്പിച്ചടാ. വേഗം അവസാനിച്ചെടുത്ത് 2 വാതിൽ ലോഗ് എടുക്കുക ഡിഫറൻസ്. എക്സാമ്പിൾ 31 അത് കഴിഞ്ഞിറങ്ങാം. അത് സാർ ചോദ്യമല്ലേ? ഇത് ഫോർമുലയായിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ ഇല്ലേ? എയർ ഫോർമുലയായിട്ട് എഴുതി തന്നിട്ടില്ലേ? ഇല്ല, ഇപ്പൊ കണ്ടുപിടിച്ചോ. എക്സാമ്പിൾ 31 കേട്ടോ. തന്നെ ചെയ്തോ, സിമ്പിൾ സാധനം. ചെറിയ ചെയ്ത ആൾക്കാർക്ക് ചെയ്യ ഒരു ബുദ്ധിമുട്ടില്ല. 2 ഭാഗത്തും എന്ത് വയ്ക്കുക? ലോഗ് വയ്ക്കുക, അത്രയേ ഉള്ളൂ. വേറെ എക്സൈസ് കഴിഞ്ഞിട്ട് 2 എക്സൈസ് കൂടെ ഈ പാഠം കഴിഞ്ഞു കേട്ടോ. ലിസ്റ്റ് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അല്ലേ എളുപ്പമുള്ള സാധനല്ലേ അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.